വിഷമിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെക്കാളും ഭഗവാനെ സേവിച്ചിരുന്നത് എന്റെ അമ്മയാ. അമ്മ ഭഗവാനെ സ്തുതിച്ച് പാടിയാൽ ഏതൊരാളുടെ കണ്ണ് നിറഞ്ഞു പോവും. നമ്മുടെ പുറകെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏതോ വണ്ടി വരുന്ന പോലെ തോന്നി, പിന്നെ കണ്ടില്ല. ഹലോ, ഇനി മുന്നോട്ട് മൂവ് ചെയ്യാം. ഓക്കെ. നീ ശബ്ദം വല്ലതും കേട്ടായിരുന്നോ? ആ, അങ്ങനെ തോന്നി. കേട്ടോടാ? രാധികെ, നിനക്ക് ഓർമ്മയുണ്ടോ കുഞ്ഞുനാളില് നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോ ഓടിയാ നീ എന്നെ ഓടി തോൽപ്പിക്കുമായിരുന്നു. ഞാനൊരൊറ്റ തവണ പോലും
നിന്റെ അടുത്ത് ജയിച്ചിട്ടില്ല. ആ അമ്പലപ്പറമ്പിന്റെ അപ്പുറത്ത് ഒരു ഞാവൽ മരം ഉണ്ടായിരുന്നില്ലേ? നമ്മള് രാവിലെ ഞാവൽപ്പഴം പെറുക്കാൻ പോവായിരുന്നു. അതിപ്പോഴും ഉണ്ടോ? അത് മുറിച്ചു. ഓർമ്മകള് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മുറിച്ചു മാറ്റപ്പെട്ടോണ്ടിരിക്ക. സത്യം പറഞ്ഞ ആ കുട്ടിക്കാലത്ത് നിന്ന് ഒട്ടും വലുതാവണ്ടെന്ന് തോന്നും. എന്തൊരു സന്തോഷായിരുന്നു അപ്പോഴൊക്കെ. ഞാൻ ആദ്യം നിന്നെ കാണുകയാണോ കേൾക്കുകയാണോ ചെയ്തത്? ഓർമ്മയുണ്ടോ? കേൾക്കായിരുന്നു. ഞാനെന്ന് കൃഷ്ണസ്തുതി ചൊല്ലിയത് ഓർമ്മയില്ലേ? വല്ലാത്തൊരു ശബ്ദമായിരുന്നു. എന്റെ ചെവിയിൽ വന്ന് പെട്ടെന്ന് അങ്ങ് തറച്ച പോലെ. ഇപ്പോഴും അങ്ങനെ പാടാറുണ്ടോ? എങ്ങനെ പാടാതിരിക്കുന്നല്ലേ? ഭഗവാൻ കൃഷ്ണൻ നിന്റെ കളിക്കൂട്ടുകാരനാണെന്നല്ലേ പറയുന്നത്? ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ നീ? എന്തുപറ്റി? വിഷമിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെക്കാളും ഭഗവാനെ സേവിച്ചിരുന്നത് എന്റെ അമ്മയാ. അമ്മ ഭഗവാനെ സ്തുതിച്ച് പാടിയാൽ ഏതൊരാളുടെ കണ്ണു നിറഞ്ഞു പോവും. അത്രയ്ക്ക് ഗംഭീരായിരുന്നു. ദൈവം കാക്കുന്നൊക്കെ പറയുന്ന വെറുതെ. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയെ കാക്കില്ലായിരുന്നോ? എന്തിനാ എന്റെ അമ്മയെ ദുഷ്ടന്മാർക്ക് വിട്ടുകൊടുത്ത് കത്തിക്കരിച്ചു കളഞ്ഞില്ലേ? രാധികേ, അമ്മ എപ്പോഴും പറയായിരുന്നു, ഒരുപാട് പ്രശസ്തി ഉണ്ടായിട്ടും ജീവിതത്തിലെ ഒരു സന്തോഷത്തിനും അധിക സമയവും ആയുസ്സും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. ഞാൻ കൂടെ നിൽക്കാൻ തുടങ്ങിയപ്പോ ഇനി ഒരുപാട് കാലം ജീവിക്കണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നതാ. എന്നിട്ട് എന്നെ കൂട്ടാതെ അമ്മ ഒരു പോക്കങ്ങ് പോയില്ലേ? പോട്ടെ, ഇവിടെ ഇരുന്നിങ്ങനെ കരയണ്ട.